ആര് നമുക്ക് വിരോധമായി എത്രമാത്രം വെല്ലുവിളികൾ ഉയർത്തിയാലും ദൈവത്തിന്റെ ചുമതല. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 25-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന് വിരോധമായിട്ട് യഹൂദന്മാരുടെ മൂപ്പന്മാരും മഹാപുരോഹിതന്മാരൊക്കെ കൂട്ടം കൂടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഫെസ്തോസ് എന്ന് പറയുന്ന ഒരു പ്രമാണിയുടെ അടുക്കലേക്ക് അവർ പൗലോസിനെ കുറിച്ച് കുറ്റങ്ങൾ ചുമത്തുന്നതായിട്ടും അന്യായം ബോധിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് പ്രധാനമായിട്ട് ആ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഫെസ്തോസിൻ്റെ അടുക്കൽ അവർ കൂടി വന്നിട്ട് കുറ്റം ചുമത്തുമ്പോൾ പൗലോസിനെ കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷം പൗലോസ് കൈസരിയ അഭയം പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ അഗ്രിപ്പ രാജാവ് ചില ദിവസങ്ങൾക്ക് ശേഷം ഫെസ്തോസിനെ കാണുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ അഗ്രിപ്പ രാജാവിൻ്റെ മുൻപിൽ ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അഗ്രിപ്പ രാജാവ് ആ സമയത്ത് പറയുകയാണ്, എനിക്കും ആ മനുഷ്യനിൽ നിന്ന് തൻ്റെ പ്രസംഗം കേൾക്കണമെന്ന ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് പൗലോസിനെ അവിടേക്ക് ക്ഷണിക്കുന്നതായിട്ടാണ് നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ പ്രാരംഭ ഭാഗങ്ങളിൽ ഫെസ്തോസ് സംസ്ഥാനത്തിൽ വന്നിട്ട് 3 നാൾ കഴിഞ്ഞ ശേഷം കൈസരിയിൽ നിന്ന് യെരുശലേമിലേക്ക് പോയി. അപ്പോൾ മഹാപുരോഹിതന്മാരും യഹൂദന്മാരുടെ പ്രധാനികളും പൗലോസിൻ്റെ നേരെ അവൻ്റെ സന്നിധിയിൽ അന്യായം ബോധിപ്പിച്ചു. പൗലോസിനെ കുറിച്ച് ഇവർ അന്യായം ബോധിപ്പിക്കുകയാണ്. ദയചെയ്ത് അവനെ യെരുശലേമിലേക്ക് വരുത്തേണ്ടതിന് അവർ പൗലോസിന് പ്രതികൂലമായി അവനോട് അപേക്ഷിച്ചു. നോക്കിക്കേ, അവൻ യഹൂദന്മാരുടെയും മൂപ്പന്മാര് അതുപോലെ തന്നെ മഹാപുരോഹിതന്മാര് തനിക്ക് പ്രതികൂലമായിട്ട് അവിടെ സംസാരിക്കുകയാണ്. എന്നിട്ട് തന്നെക്കുറിച്ച് അപേക്ഷിക്കുന്നത് തന്നെ യെരുശലേമിലേക്ക് വരുത്തണമെന്ന്. വഴിയിൽ വെച്ച് അവനെ ഒടുക്കിക്കളവാൻ അവർ ഒരു പതിയിരിപ്പ് നിർത്തി. ഇവിടെ ഒരു കൂട്ടം പൗലോസിന് വിരോധമായിട്ടൊരു പതിയിരിപ്പ് നിർത്തുകയാണ്. വഴിയിൽ വെച്ച് പൗലോസിനെ ഒടുക്കിക്കളയുക എന്നുള്ള ഒരു പദ്ധതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇതിനു മുൻപും 23-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, പൗലോസിന് വിരോധമായി ഇവർ 40 പേർ തന്നെ കൊന്നു കളവാൻ ഒരു ശപഥമെടുത്തിട്ട് പൗലോസിനെ കൊന്ന് കളയോളം അവർ തിന്നുകയും കുടിക്കുകയും ചെയ്യുകയില്ല എന്ന് പോലും ഒരു ശബ്ദം അവർ എടുക്കുന്നുണ്ട്. പക്ഷേ കർത്താവിൻ്റെ ദൂതൻ അതിൻ്റെ തലേ രാത്രിയിൽ തനിക്ക് പ്രത്യക്ഷനായിട്ട് തന്നോട് ദർശനത്തിൽ അരുളി ചെയ്യുന്ന ഒരു ദൈവിക ആലോചന, നീ ഭയപ്പെടേണ്ട, ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങും എന്ന് കർത്താവ് തന്നെ ധൈര്യപ്പെടുത്തുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കിവിടുന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം, ആര് നമുക്ക് വിരോധമായി എത്രമാത്രം വെല്ലുവിളികൾ ഉയർത്തിയാലും ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടി നീതിമാന്യ വിരോധമായി ആരൊക്കെ എഴുന്നേറ്റാലും കർത്താവ് ആ പദ്ധതികളെയൊക്കെ തകർക്കും എന്നുള്ളതാണ്. ഇവിടെ പല കാര്യങ്ങളും പൗലോസിനെ കുറിച്ച് വന്ന് അവർ രാജാവിനോട് പറയുന്നുണ്ട്. പക്ഷെ അവിടെ അവർ ജയിക്കുന്നില്ല. നമ്മൾ അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, പൗലോസ് സംസാരിക്കുന്നുണ്ട്, യഹൂദന്മാരുടെ ന്യായപ്രമാണത്തോടാകട്ടെ, ദേവാലയത്തോടാകട്ടെ, കൈസരിയോടാകട്ടെ ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പ്രതിവാദിച്ചാറേ ആ കുറ്റങ്ങളെ തെളിയിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ അവർക്ക് ആ കുറ്റങ്ങളെ തെളിയിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ ഫെസ്തോസ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിപ്പാൻ ഇച്ഛിച്ച് പൗലോസിനോട് യെരുശലേമിലേക്ക് ചെന്ന് അവിടെ എൻ്റെ മുൻപിൽ വെച്ച് ഈ സംഗതികളെക്കുറിച്ച് വിസ്താരം നടപ്പാൻ നിനക്ക് സമ്മതമുണ്ടോ എന്ന് ചോദിച്ചതിന് പൗലോസ്, ഞാൻ കൈസരിയുടെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുന്നു, അവിടെ എന്നെ വിസ്തരിക്കേണ്ടതാകുന്നു. യഹൂദന്മാരോട് ഞാൻ ഒരു അന്യായവും ചെയ്തിട്ടില്ല, അത് നീയും നല്ലവണ്ണം അറിഞ്ഞിരിക്കുന്നു. ഞാൻ അന്യായം ചെയ്തു മരണയോഗ്യമായത് വല്ലതും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മരണശിക്ഷ ഏൽക്കുന്നതിനും എനിക്ക് വിരോധമില്ല. ഇവർ എൻ്റെ നേരെ ബോധിപ്പിക്കുന്ന അന്യായം നേരല്ല എന്ന് വരികിലോ എന്നെ അവർ കേൾപ്പിച്ചു കൊടുക്കുവാൻ ആർക്കും കഴിയുന്നതല്ല. ഞാൻ കൈസരെ അഭയം ചൊല്ലുന്നു എന്ന് പറഞ്ഞു. നോക്കിക്കേ, ഇവിടെ പൗലോസിന് വളരെയധികം ഉറപ്പുണ്ട്, പൗലോസിന് വളരെയധികം ധൈര്യമുണ്ട്. താൻ വളരെ ധൈര്യത്തോടെയാണ് പറയുന്നത്, ഞാൻ മരണയോഗ്യമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മരണശിക്ഷ പോലും ഏൽക്കുവാൻ ഞാൻ തയ്യാറാണ്, അതിനെനിക്ക് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടില്ല എന്ന് താൻ അവിടെ രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവസന്നിധാനത്തിൽ നീതിയോടെ നിൽക്കുമ്പോൾ നമുക്ക് വിരോധമായി ഏതൊക്കെ വെല്ലുവിളികൾ ഉയർന്നാലും ആരൊക്കെ നമുക്ക് വിരോധമായി നിന്നാലും ദൈവം അതിനെ തകർത്ത് മാറ്റും എന്നുള്ളതാണ് ഈ ഒരു അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുന്നത്. എനിക്ക് ദൈവമക്കളോട് പറയുവാനുള്ള ഒറ്റയൊരു കാര്യം, വിശ്വസ്തയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുക. പ്രതിഫലം നൽകുന്ന നാളിൽ കർത്താവ് നീതിയോട് നമുക്ക് വേണ്ടി ന്യായം നടത്തി തരും. ആ ദൈവിക കാര്യങ്ങളിൽ നമുക്ക് ആശ്രയിക്കാം. ഈ വശങ്ങളാൽ കർത്താവ് ഇവരെയും സഹായിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.